ഈ ഇരുന്ന് എൻ്റെ ചേട്ടൻ കാര്യമായിട്ട് എഴുതണ കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും എൻ്റെ ചേട്ടൻ നാളെ പരീക്ഷയാണ് PSCക്ക് വേണ്ടി പ്രിപ്പയർ. അതൊന്നുമല്ല കേട്ടോ. നമുക്ക് ഈ ആഴ്ച ഞമ്മിനുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ള ലിസ്റ്റ് തയ്യാറാക്കുകയാണ്. നേരെ തന്നെ കയറി നമ്മുടെ അസാമിൻ്റെ ദേശീയ വാഹനമായി ഞാൻ പ്രഖ്യാപിച്ചിട്ടുള്ള ടോട്ടോ എത്തിയിട്ടുണ്ട് കേട്ടോ. ടോട്ടോയിൽ നേരെ കയറിയിട്ടുണ്ട്. നമ്മളിനി നേരെ പോണത് ബസാറിലേക്കാണ് കേട്ടോ. പോണ വഴിയിൽ ഒരു കുളം കണ്ടായിരുന്നു. കുളമാണോ കായലാണോ എന്ന് അറിഞ്ഞുകൂടാ. ഭയങ്കര നീണ്ടുന്ന വന്നു, പക്ഷെ കാണാൻ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അവിടെ നിന്ന് നേരെ പോയത് ബസാറിലാണ്. ബസാറിൽ പോയപ്പം തന്നെ അവിടെ കുറേ കുട്ടകളും മുറങ്ങളും ഒക്കെ അടുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ ഈ മുറം ആദ്യമായിട്ട് കാണുന്നത്. നിങ്ങൾ ആരെങ്കിലും ഇതിനു മുമ്പേ കണ്ടിട്ടുണ്ടോ? ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് കേട്ടോ ആദ്യമായിട്ട് കാണുന്നത്. പിന്നെ ഫർണിച്ചർ സാധനങ്ങളെല്ലാം ഉണ്ട്. ഇവിടുത്തെ ബസാറിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? നമുക്കിവിടെ നിന്ന് A to Z സാധനങ്ങൾ കിട്ടും. പക്ഷേ ഇവിടുത്തെ വൃത്തി മാത്രം തീരെ ഇല്ലെന്നേ ഉള്ളൂ. ഇതാ ഈ അടുക്കി വെച്ചിരിക്കുന്ന ഇല ഉണ്ടല്ലോ, അത് ഇലയെ പവിക്കാനുള്ള ഇലയല്ല. ഇത് നമുക്ക് പൊയില. ഇതിനെ ഇനി ഉണക്കി പൊടിച്ചാണ് പൊയിലായിട്ട് എടുക്കേണ്ടത്. ഈ തിരക്കിനിടയിൽ രണ്ടുപേര് സമാധാനമായിട്ടിരുന്ന് ലുഡോ കളിക്കുന്നുണ്ടല്ലോ, അവരാണ് എൻ്റെ ബെസ്റ്റ്. ഈ ഇല കണ്ടായിരുന്നോ? ഈ ഇല വന്നിട്ട് നമ്മുടെ നാട്ടിൽ കുറ്റിച്ചെടി പോലെ കിടക്കുന്നതാണ് കേട്ടോ. ഇവിടുത്തെ എന്തോ കൂട്ടാൻ വേണ്ടി എടുക്കുന്ന എന്തോ ഇലയാണ്. ഇവിടെ എല്ലാവരും കൂടെ കാര്യമായിട്ട് പച്ചക്കറി തകൃതിയായിട്ട് വാരി എടുക്കണേണ്ടതൊന്നും നമ്മളെ കടയാണെന്ന് ഇല്ല കേട്ടോ. ഇവിടുത്തെ ഒരു പച്ചക്കറി കടയിലേക്ക് വന്നതാണ്. ഇതാ ഓണപ്പൂവിന് അത്തപ്പൂ ഇട്ട് വെച്ചിരിക്കുന്നതല്ല കേട്ടോ. ഇവിടുത്തെ ആളുകൾക്ക് മെയിനായിട്ട് പാക്കും വെച്ച് എപ്പോഴും വേണം. സ്ത്രീകളായിരുന്നാലും കുഞ്ഞുകുട്ടികളായിരുന്നാലും എല്ലാവരും പാക്കും വെറ്റിച്ചു. ഇത് നമ്മുടെ നാട്ടിലെ അയല മീനിൻ്റെ അനിയനോ ചേട്ടനായിട്ട് വരും. ഇലിഷ് മാർച്ച് എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര്. നമ്മൾ നേരെ മീൻ കടയിലോട്ട് വന്നായിരുന്നു കേട്ടോ. ഇവിടുത്തെ മീനൊന്നും എനിക്കും പിള്ളേർക്കും വലുതായിട്ട് ഇഷ്ടമില്ല, പക്ഷേ കാണാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു കേട്ടോ. നോക്കിയപ്പോൾ ഇതാ കിടക്കണം നമ്മുടെ കൊഞ്ച് എവിടെ പോയാലും നമുക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. നമുക്കങ്ങനെ കൊഞ്ച് വാങ്ങിച്ചായിരുന്നു കേട്ടോ. പക്ഷേ ഒരു കൈപ്പിടിക്കുള്ള കൊഞ്ച് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ റേറ്റ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ 300-350 രൂപയായി കേട്ടോ. അത്രയും അവിടെ വെച്ച് തന്നെ അവരൊന്ന് ചെറുതായിട്ട് വൃത്തിയാക്കി ഇങ്ങ് തരുമായിരുന്നു കേട്ടോ. വലിയ മീനിൻ്റെ തലയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ഒരു വൃത്തിയില്ല. അവിടെ തന്നെ ആളുകൾ ഇങ്ങനെ വേസ്റ്റ് ഒക്കെ ഇത് വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട്. അവിടെ അങ്ങനെ ഒരു സ്മെല്ലും ഒക്കെയാണ്. പിന്നെ നമുക്ക് മീൻ വേണോ പോണം. ഇതിൻ്റെ ഓണത്തിൻ്റെ ഇടയിൽ പുട്ടുകച്ചവടം എന്ന് പറയുന്ന പോലെ കേട്ടോ. ഒരു സ്ത്രീ അതിൻ്റെ ഇടയിൽ കൂടി ക്ഷേത്രത്തിലെ പിരിവാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടി വന്ന് അപ്പോഴത്തേക്കും ഞാൻ നോക്കിയപ്പോൾ ഒരു വലിയൊരു മുതുക്കൻ ചൂര കിടക്കുന്നു കേട്ടോ. ചൂരയല്ല, അത് വേറെ എന്തെങ്കിലും ഒരു മീനാണ്. ഞാൻ പിന്നെ അതൊക്കെ വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലേക്ക് വന്ന് കൊഞ്ചിനെ ഫ്രഷ് ആക്കി വെച്ചു. അവർ ഇത്രയും എടുത്ത് തരുള്ളൂ. ബാക്കി നമ്മൾ ആ സാധനങ്ങളെല്ലാം നമ്മുടെ നാട്ടിൽ നമ്മളെല്ലാം വൃത്തിയാക്കി എടുക്കുമല്ലോ, അതെല്ലാം വൃത്തിയാക്കി പറക്കി എടുത്തിട്ട് ശകലം ചിക്കനും വാങ്ങിച്ചിരുന്നത്. രണ്ടിനും കഴുകി അതേപോലെ ഫ്രിഡ്ജിലേക്ക് വെച്ചു. ഇനി നാളെ കാണാം കേട്ടോ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ. താങ്ക്